ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു സൂപ്പ് റെസിപ്പി ആയിട്ടാണ് വന്നത്. നമ്മുടെ കോൺ വെച്ചുകൊണ്ട് ഒരു സൂപ്പാണ് ചെയ്യുന്നത്. കോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ ഈ സൂപ്പും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്നൊരു സൂപ്പ് റെസിപ്പിയാണ്. ഇതിപ്പോൾ നമ്മുടെ കോണ് നല്ല പോലെ ഇതൊരു സീസണാണ്, കോണിൻ്റെ സീസണാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് ഉണ്ടാക്കുക. ഞാനിവിടെ ഒരു കോൺ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി, അതുകൊണ്ടാണിത് പിന്നെ ഒരു ഡ്രൈ ആയ പോലെ കാണുന്നത്. അപ്പോൾ ഇത് സ്കിന്നൊക്കെ കളഞ്ഞ് ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു കോൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് രണ്ടായി കട്ട് ചെയ്തിട്ട് നമുക്ക് വേവിക്കണം. വേവിച്ചിട്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് ഇടുന്നത്. ജസ്റ്റ് വേറെ ഏതെങ്കിലും എങ്ങനെയും നിങ്ങൾക്ക് ഇത് വേവിച്ചെടുക്കാം. നമുക്ക് ഇത് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടും വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഇതിൻ്റെ അല്ലിയൊക്കെ അടർത്തിയിട്ടിട്ട് രണ്ടും നമുക്ക് അല്ലി സെപ്പറേറ്റ് ആക്കണം. ഇതിൻ്റെ ഓരോ അല്ലികൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒന്ന് നമ്മൾ അരച്ചെടുക്കുക. മിക്സിയിലിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അതുപോലെ ബാക്കി വരുന്ന ഹാഫ് നമുക്ക് അങ്ങനെ തന്നെ ഇടാനുള്ളതാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. സ്പ്രിംഗ് ഓണിയനും അതുപോലെ കുറച്ച് മല്ലിയിലയും ഒരു ക്യാരറ്റുമാണ് വേണ്ടത്. ഒരു ലെമൺ ജ്യൂസ് എടുത്ത് വെക്കാം. അതുപോലെ ബാക്കി 3 വെജിറ്റബിൾസും ചെറുതായി അരിഞ്ഞിട്ടും എടുത്തുകൊണ്ട് വരാം. ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഹാഫ് ഭാഗം കോണിലെ അത് അരച്ചെടുത്ത്, അതുപോലെ നമുക്ക് ചിക്കൻ വേണം. ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ ചിക്കൻ്റെ സ്റ്റോക്കും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതാണ്. എന്നിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ നുള്ളിയെടുത്തതാണ് ഈ ചിക്കൻ. അതുപോലെ നമ്മുടെ വെജിറ്റബിൾസും ചെറുതായി അരിഞ്ഞ്. ബാക്കി വരുന്ന കോണിൻ്റെ ഹാഫ് പോർഷൻ ഞാനിങ്ങനെ ഇളക്കി മാറ്റി ഇവിടെ വെച്ചു. പിന്നെ ഒരു എഗ് വൈറ്റ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലെമൺ ജ്യൂസുമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് നോക്കിയിട്ട് വരാം. ഇനി ഇവിടെ ഞാനൊരു പാത്രം വെച്ചിട്ട് നമ്മുടെ ചിക്കൻ വേവിച്ച വെള്ളമില്ലേ, ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചെടുത്ത് നല്ല പോലെ തന്നെ തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് അരച്ച് വെച്ച കോണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞെടുക്കണം. അതിൻ്റെ കോണിൻ്റെ സ്കിന്ന് നമുക്ക് തൊണ്ടയിൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക. കോണും വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് പിന്നീട് ഉപ്പ് വേണമെങ്കിൽ ചേർത്തെടുക്കാം. നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് കുറച്ച് ടൈം കഴിഞ്ഞാൽ നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടിയിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റൊന്നും അങ്ങനെ ഇട്ടിട്ട് നല്ല പോലെയൊന്നും വേവേണ്ട ആവശ്യമില്ല. നമുക്കത് ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ കോണും ഇട്ട് കൊടുത്ത് അത് ഓൾറെഡി വെന്തതാണ്. എന്നാലും ഇതിലിട്ടിട്ട് അങ്ങനെ കൂടുതലായിട്ട് വേവിച്ച് കൊടുക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് കോൺ ഇട്ട് കൊടുക്കാം. കോൺ ഇങ്ങനെ അടർത്തിയിടാനായിട്ട് സ്പൂൺ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് പറ്റും.
ഇനി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതിലേക്ക് വെള്ളം കൂടുതൽ വേണം തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കാം, അല്ലെങ്കിൽ അര ഗ്ലാസ്സോ മറ്റോ എടുത്താൽ മതി. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണാണ് വേണ്ടത് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ മാത്രം ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. ഞാൻ കുറച്ച് ലൂസായി കിട്ടാനാണ് ഒരു ഗ്ലാസ് എടുത്തത്. ഇനി നമുക്ക് ഒരു എഗ് വൈറ്റ് എടുത്ത് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒഴിച്ച സ്പോട്ടിൽ തന്നെ ഒന്ന് ഈ കാണുന്ന പോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ എഗ് വൈറ്റ് നല്ലപോലെ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഒണിയൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഒണിയൻ എന്തായാലും ഇതിൽ വേണം, ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടെടുത്ത് ഒന്ന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുക. ഈ ടൈമിൽ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഉപ്പ് വേണ്ടിയൊന്നും വരില്ല, നമ്മുടെ ചിക്കൻ്റെ ഒരു വേവിച്ച വെള്ളം തന്നെയല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്, അപ്പോൾ എക്സ്ട്രാ ഉപ്പൊന്നും ഇടേണ്ടി വരില്ല. വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും പിന്നെ ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുത്ത് കംപ്ലീറ്റ്ലി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കട്ടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കുക. ഇവിടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ ഒരു തിക്നെസ്സിൽ കുടിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് തിക്ക് കൂട്ടിയതാണ്. കോൺഫ്ലവർ കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഒഴിക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ചും ഈ ഒരു തിക്നെസ് തന്നെ കിട്ടും. ആവശ്യമാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.